ഹായ്, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വർഷം തുടങ്ങുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. അത് 2-3 ആഴ്ച കഴിയുമ്പോൾ അതിനകത്ത് പല തീരുമാനങ്ങളെയും നമ്മൾ ഡ്രോപ്പ് ചെയ്ത് പോവാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്നത് അവരുടെ കൺസിസ്റ്റൻസി എന്നുള്ള ക്വാളിറ്റിയാണ്. എന്താണ് കൺസിസ്റ്റൻസി? നമ്മുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിന് വേണ്ടി നിരന്തരം സ്ഥിരോത്സാഹത്തോടു കൂടി എല്ലാ ദിവസവും എടുക്കുന്ന ഒരു ആക്ഷനാണ് ആക്ച്വലി നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നിങ്ങൾ ജിമ്മിൽ പോകാൻ തീരുമാനിച്ച ആൾ എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയം അവിടെ പോയി ചിലവഴിക്കുക എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ബിൽഡ് ചെയ്യുന്നതിനും ബോഡി ബിൽഡ് ചെയ്യുന്നതിനും നമ്മൾ ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളാണ്. ആദ്യത്തെ കാര്യം വളരെ ചെറുതായിട്ട് തുടങ്ങുക എന്നുള്ള സ്റ്റാർട്ട് സ്മോൾ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ ജിമ്മിൽ പോകുന്നതാണ് നമ്മളെ കാര്യം എന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോയിട്ട് വളരെ കുറച്ച് സമയം കുറച്ച് എക്സസൈസ് ചെയ്ത് തിരിച്ചു പോരുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം അതൊരു റുട്ടീനായിട്ട് മാറ്റുക എന്നുള്ളത്, നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കി മാറ്റുക നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള നമ്മളെടുക്കുന്ന ആക്ഷൻ എന്നുള്ളതാണ്. സോ നമ്മൾ റുട്ടീൻ സെറ്റ് ചെയ്യുക. ഏതുപോലെ? വളരെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റുട്ടീനായിട്ട് മാറ്റുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പല്ല് തേക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ റുട്ടീനാണ്. അതൊരു പ്രത്യേക സമയം നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഈ കാര്യം ആ സമയത്ത് കൃത്യമായിട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ റുട്ടീൻ സെറ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം നമ്മളെ പ്രോഗ്രസ്സുകളെ നമ്മൾ മോണിറ്റർ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ നമ്മൾ മോണിറ്റർ ചെയ്യുക. നാലാമത്തെ കാര്യം ആ വ്യത്യാസങ്ങളെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ചെറിയ ചെറിയ വിക്ടറികളെ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മൾക്ക് തന്നെ പല ഗിഫ്റ്റുകളും കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ആ കാര്യം ചെയ്യുന്നതിൽ ഒരു വിഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വൈ ഫാക്ടർ എന്താണെന്നുള്ളത് നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്, ലോങ് ടൈമിൽ നിങ്ങൾക്ക് അതിനകത്തുള്ള സക്സസ് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇമാജിൻ ചെയ്യുക, അതിനെ പിക്ചറൈസ് ചെയ്യുക. നിങ്ങൾ എന്താണോ റിസൾട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഇമേജ് നിങ്ങൾ എല്ലാ ദിവസവും കാണുന്ന പോലെ ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക. കൺസിസ്റ്റൻസി എന്നുള്ളത് ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി നിരന്തരം ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ അതൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ലൈഫിൽ. ആ മൊമെൻറ്റം ഉറപ്പായിട്ടും നിങ്ങളെ സക്സസ്സിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടാവും. ഒരു നല്ല വർഷം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.